ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिंधो दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण. അപ്പോൾ ഇന്ന് അധ്യായം 14 ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു ആത്മാവ് ഒരു കർമ്മവും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നില്ല, ഒന്നിലും പങ്കാളിയുമാകുന്നില്ല. ശരീരമാണ് എല്ലാം ചെയ്യുന്നത്. ശരീരം എങ്ങനെ ചെയ്യുന്നു? ഈ 3 ഗുണങ്ങളുടെ പ്രേരണയാൽ. ഈ 3 ഗുണങ്ങളുടെ വ്യാമോഹത്തിൽ, ആ 3 ഗുണങ്ങളുടെ വ്യാമോഹത്തിൽ നിർബന്ധപൂർവം ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ അധ്യായത്തിലൂടെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 3 ഗുണങ്ങൾ ഒരു ശരീരത്തെ എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു? ആ 3 ഗുണങ്ങളുടെ വ്യാമോഹത്തിൽ അല്ലെങ്കിൽ ആ 3 ഗുണങ്ങളുടെ പ്രേരണയാൽ ഒരു ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അങ്ങനെ പ്രവർത്തിച്ച് ആ ജീവാത്മാവ് ആ ശരീരത്തിൽ ബന്ധനത്തിൽ ആക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ജനിക്കുന്നതോടു കൂടി തന്നെ ഒരു ജീവാത്മാവ് ഒരു ശരീരം സ്വീകരിക്കുന്നതോടുകൂടി തന്നെ ആ ശരീരത്തിന് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങളുടെ ഫലം അനുഭവിക്കാനായിട്ടുള്ള ഒരു ശരീരമാണ് ലഭിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ശരീരം, ആ താൻ പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനായിട്ടുള്ള ഗുണങ്ങളും സ്വഭാവവും, ആ കർമ്മഫലം അനുഭവിക്കാൻ തക്കവണ്ണമുള്ള സ്വഭാവവും, ആ ഗുണങ്ങൾ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുണം പ്രാമുഖ്യമായിട്ട് ആ ശരീരത്തിന് ലഭിക്കുന്നു. ആ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഒരു വീട്ടിലെ തന്നെ പല അംഗങ്ങൾക്കും പല സ്വഭാവം നമ്മൾ കാണാം. എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കില്ല ഒരു വീട്ടിൽ. ചിലർക്ക് ദേഷ്യം കൂടുതലായിരിക്കും, ചിലർ വളരെ സൗമ്യമായിട്ട് ശാന്തമായിരിക്കുന്നത് കാണാം, ചിലർക്ക് കണ്ണിന് ഒരു സൂത്ര സ്വഭാവം കൂടുതലായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവം നമ്മൾ കാണുന്നത് അത് അവരുടെ പൂർവജന്മ കർമ്മ ഫലങ്ങൾ അനുഭവിക്കാനും ആ സ്വഭാവം അനുസരിച്ച് ഗുണങ്ങൾ അനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ കർമ്മഫലം അതിനനുസരിച്ചാണ് പ്രവൃത്തി ചെയ്യുക. അതിനനുസരിച്ച് പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വഭാവവും ഗുണങ്ങളും ജനനത്തോടുകൂടി തന്നെ നമുക്ക് ശരീരത്തോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കണം. അതുകൂടാതെ ഈ 3 ഗുണങ്ങളുണ്ട്, സത്വം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളും ഒരാളിൽ ഏറ്റക്കുറച്ചിലായിട്ട് കാണപ്പെടും. ഇപ്പോൾ മൃഗങ്ങളിലും പക്ഷികളിലും അങ്ങനെയല്ല, അവർക്ക് ഏതെങ്കിലും ഒരു ഗുണം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതായത് വന്യമൃഗങ്ങൾ, മാംസഭുക്കുകളായിട്ടുള്ള മൃഗങ്ങളിൽ അവരിൽ താമസ ഗുണമായിരിക്കും കൂടുതൽ. കാരണം അവർ വേട്ടയാടി പിടിച്ചു തിന്നുന്ന മൃഗങ്ങളാണ്, അവരിൽ താമസ ഗുണമായിരിക്കും കൂടുതൽ. അതേപോലെ ഓരോ മൃഗങ്ങളിലും വ്യത്യസ്തമായിട്ട് ഈ ഗുണങ്ങൾ പ്രത്യേകമായിട്ട് കാണപ്പെടും. പക്ഷെ മനുഷ്യനിൽ ഈ 3 ഗുണങ്ങളും ഏറ്റക്കുറച്ചിലായിട്ട് അത് ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. സത്വഗുണം മറ്റു 2 ഗുണങ്ങളെയും മേറി മുന്നിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ രജോ ഗുണം
മറ്റു രണ്ട് ഗുണങ്ങളെയും അതിക്രമിച്ച് മുന്നേറാൻ നിൽക്കുന്നു. അപ്പോൾ തമോ ഗുണം അതേപോലെ മുന്നേറാനായിട്ട് പ്രയത്നിക്കുന്നു. അപ്പോൾ നമ്മൾ ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നത് അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിലാണെങ്കിലും നിന്നാൽ മാത്രമേ ഉറച്ചു നിൽക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്ന്. കാരണം അതിലൂടെ മാത്രമേ ആധ്യാത്മിക ജ്ഞാനം സ്വീകരിക്കുവാനുള്ള ബുദ്ധിശക്തി നമുക്കുണ്ടാകുകയുള്ളൂ. രജസ് തമോ ഗുണങ്ങൾ വഴി നമുക്ക് ആധ്യാത്മിക ജ്ഞാനം സ്വീകരിക്കുവാൻ സാധ്യമല്ല. കാരണം നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അതുവഴി നിയന്ത്രിക്കുവാൻ നമുക്ക് സാധ്യമല്ല. രജസ് തമോ ഗുണങ്ങൾ കുറച്ചുകൂടി അധപ്പതിച്ച ഗുണങ്ങളാണ്. അവ ശാരീരികമായിട്ടുള്ള നിലയിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നു. പക്ഷെ സത്വഗുണം ദൈവികമായ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ അതിനു വേണ്ടിയിട്ട് അനുയോജ്യരാക്കുന്നു. അതുകൊണ്ട് നമ്മൾ സത്വഗുണത്തിലാണെങ്കിലും നിൽക്കണം. 3 ഗുണങ്ങളും ഭൗതികമാണ്. അതാണ് പ്രധാനം മനസ്സിലാക്കേണ്ടത്. 3 ഗുണങ്ങളും നമ്മളെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ആക്കുന്നു. നമ്മൾ ഈ 3 ഗുണങ്ങളെയും അതിക്രമിച്ചാൽ മാത്രമേ ആധ്യാത്മികതയിലേക്ക് ഉയരുകയുള്ളൂ. പക്ഷേ അതിക്രമിക്കാനും 3 ഗുണങ്ങളെ മറികടക്കുവാനും ആധ്യാത്മികമായ ജ്ഞാനം സമ്പാദിക്കാനും നമ്മുടെ പാപകർമ്മഫലങ്ങളെ ഇല്ലാതാക്കുവാനും വേണ്ടിയിട്ട് നമ്മൾ ഭഗവത് ഭക്തിയുടെ സേവനം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈ 3 ഗുണങ്ങളിൽ സത്വഗുണമാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. കാരണം സത്വഗുണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾ പ്രവർത്തിച്ച് ഭക്തിയുടെ സേവനങ്ങൾ ചെയ്ത് നമുക്ക് ആ വിശുദ്ധമായ അവസ്ഥയിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കും. രജസ്തമോ ഗുണങ്ങൾ വഴി അത് ഒരിക്കലും സാധ്യമല്ല എന്ന് പറയുന്നു. രാജസിക താമസിക ഗുണങ്ങൾ ഉള്ളവർക്ക് ഇതേപോലെ ഒരു ശുദ്ധ ഭക്തന്റെ സത്സംഗം വഴി സത്വഗുണത്തിലേക്ക് ഉയരുവാൻ സാധിക്കും. അത് വേറെ കാര്യം. അങ്ങനെ ചെയ്യാൻ സാധിക്കും. അവർ പരിശ്രമിച്ചാൽ ഒരു സത്സംഗം, ഒരു ശുദ്ധ ഭക്തന്റെ സത്സംഗം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് അതുവഴി ആ ഭഗവാനോടുള്ള ആകർഷണം വരും. പക്ഷെ അത് വളരെ വളരെ കുറവായിരിക്കും. കാരണം അങ്ങനെയുള്ളവർ ഈ സത്സംഗത്തിലൊന്നും പോകാനേ താല്പര്യപ്പെടുകയില്ല. കാരണം അവരുടെ ചിന്ത മുഴുവനും ഈ ഭൗതികമായിട്ടായിരിക്കും എന്നത് തന്നെ കാണും. അപ്പോൾ ഈ 3 ഗുണങ്ങൾ എങ്ങനെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നു, അതുവഴി ആ ജീവാത്മാവിനെ എങ്ങനെ ബന്ധനത്തിലാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നു. അത് നമുക്ക് വായിച്ചു നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച പരം ഭൂയഃ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഏതൊന്ന് അറിഞ്ഞുകൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണത നേടിയിട്ടുള്ളത്, സർവോത്കൃഷ്ടമായ ആ പരമജ്ഞാനത്തെ പറ്റി ഞാൻ വീണ്ടും നിന്നോട് പറയാം. അപ്പോൾ ഋഷികളെല്ലാം ഈ ജ്ഞാനത്തെ മനസ്സിലാക്കിയിട്ട്, അതായത് ഈ ജ്ഞാനം നേടിക്കൊണ്ട് അവർ ഉന്നതിയെ, പരിപൂർണതയെ നേടിയിരിക്കുന്നു. കാരണം എന്താണ്? ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഈ 3 ഗുണങ്ങളാണ് നമ്മളെ ബന്ധനത്തിലാക്കുന്നത്, ജീവാത്മാവിനെ ബന്ധനത്തിലാക്കുന്നത് എന്നുള്ള അറിവ് സമ്പാദിച്ചുകൊണ്ട് ആ 3 ഗുണങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ള ആ പ്രക്രിയയെ സ്വീകരിച്ചുകൊണ്ട് അവർ പരിപൂർണത നേടിയിരിക്കുന്നു. അപ്പോൾ ആ ജ്ഞാനമാണ് ഭഗവാൻ ഈ അധ്യായത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതായത് 3 ഗുണങ്ങൾ നമ്മളെ എങ്ങനെ ബന്ധനത്തിലാക്കുന്നു, ആ 3 ഗുണങ്ങളെ മറികടക്കുവാനുള്ള ഉപായം എന്താണ്, അത് മനസ്സിലാക്കി നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, പ്രവർത്തിച്ച് എങ്ങനെ 3 ഗുണങ്ങളെ മറികടക്കാം. ആ വഴികൾ അറിഞ്ഞുകൊണ്ടാണ് ഋഷിമാർ മുൻപ് പ്രവർത്തിച്ചിരുന്നത്. അവർ അങ്ങനെ പരിപൂർണത, അതായത് അവരുടെ ലക്ഷ്യം, ആ പരമസ്ഥാനം അവർ കണ്ടെത്തി. അപ്പോൾ ആ ജ്ഞാനം ഭഗവാൻ ഈ അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രകൃതിയിലെ ത്രിഗുണങ്ങളുമായുള്ള സമ്പർക്കത്താലാണ് ജീവസത്ത ഭൗതിക ലോകത്തിൽ കുരുങ്ങുന്നത്. ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്തെല്ലാമെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആത്മാവിനെ അവ കുടുക്കിൽപ്പെടുത്തുന്നതും മോചിപ്പിക്കുന്നതും ഏതേത് വിധത്തിലെന്നും ഈ അധ്യായത്തിൽ പരമപുരുഷൻ വിവരിക്കുന്നു. ഈ ജ്ഞാനം നേടിയത് കൊണ്ടാണ് അനേകം ഋഷിവര്യന്മാർ പരിപൂർണതയിലെത്തിയതും ആധ്യാത്മിക ലോകത്തിലേക്ക് കടന്നതും. അതേ ജ്ഞാനത്തെ തന്നെയാണ് ഭഗവാൻ ഇവിടെ കുറെ കൂടി ഭംഗിയായി വിശദീകരിക്കുന്നത്. ഇതം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്യമാഗതാഃ സർഗേപി നോപജായന്തേ പ്രളയേനാവ്യഥന്തി ച. ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് എന്റേതിന് സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരുവൻ സൃഷ്ടികാലത്ത് ജനിക്കുകയുമില്ല, പ്രളയകാലത്ത് ആകുല ചിത്തനാവുകയുമില്ല എന്ന്. അപ്പോൾ ഈ ആധ്യാത്മിക ജ്ഞാനത്തിൽ, അതായത് ത്രിഗുണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മറികടക്കുവാനുള്ള ആ വഴി
ആ ഒരു പ്രക്രിയകൾ നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക്, സത്വഗുണത്തിൽ നിന്നും മേറി അതീന്ദ്രിയമായ ശുദ്ധ സത്വത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുന്നു. ആ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു, ഭഗവാൻ പിന്നീട് പുനർജന്മമില്ല, പ്രളയകാലത്ത് നമ്മൾ നശിക്കുന്നുമില്ല, സൃഷ്ടികാലത്ത് നമുക്ക് ജനിക്കുകയും വേണ്ട. കാരണം അതീന്ദ്രിയമായ അവസ്ഥയെ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നു എന്ന്. തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനം ലഭിച്ചാൽ മനുഷ്യൻ ഗുണങ്ങൾ കൊണ്ട് പരമദിവ്യോത്തമ പുരുഷനോട് തുല്യനാകും. അതായത് ഗുണങ്ങൾ കൊണ്ട്, ഭഗവാന്റെ ഗുണങ്ങളെല്ലാം ജീവാത്മാവിനുമുണ്ട്. പക്ഷെ ഭഗവാൻ വിഭുവായതുകൊണ്ട് ആ ഗുണങ്ങളെല്ലാം ഭഗവാന് അനാദിയായിട്ട് അല്ലെങ്കിൽ അനന്തമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജീവാത്മാക്കൾക്ക് ആ ഗുണങ്ങളെല്ലാം, നമ്മൾ എത്രമാത്രം അണുപ്രായനാണോ അതേപോലെ അണുമാത്രയിൽ നമ്മൾക്കുമുണ്ട്. എങ്ങനെയാണോ ഒരു സാഗരത്തിലെ അല്ലെങ്കിൽ ഒരു സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഉപ്പാണ്, ആ ഏത് വെള്ളത്തിന്റെ ഡ്രോപ്പ് എവിടെ നിന്ന് നമ്മൾ കഴിച്ചാലും ഉപ്പാണ്. അതുപോലെ പക്ഷേ സമുദ്രത്തിലെ വെള്ളത്തിന്റെ ഉപ്പിന്റെ അളവും അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്താൽ എത്ര ഉപ്പിന്റെ അളവുണ്ടാകും? അത് ഗുണത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്, അളവിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഭഗവാനിൽ എല്ലാ ഗുണങ്ങളും അനന്തമായിട്ട് കാണപ്പെടുന്നു. പക്ഷെ നമ്മൾ ജീവാത്മാക്കളിൽ ആ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിലും അത് അണുപ്രായത്തിൽ അളവ് വ്യത്യാസമുണ്ട്. ഒരു തരി മാത്രമേ നമ്മളിലുള്ളൂ, സ്വർണത്തരിയും സ്വർണഖനിയും പോലെ. പക്ഷേ നമ്മൾ ഇപ്പോൾ അജ്ഞാനത്തിലാണ് ഇരിക്കുന്നത്. ഭൗതിക പ്രപഞ്ചത്തിൽ ഭൗതികമായ ശരീരം സ്വീകരിച്ചുകൊണ്ട് ദേഹബോധത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ ഈ അതീന്ദ്രിയമായ ജ്ഞാനം അല്ലെങ്കിൽ ഈ 3 ഗുണങ്ങളെ മറികടന്ന് ആത്മീയമായ ആ ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ജീവാത്മാവിന് തന്റെ ആ ഗുണങ്ങളെ തിരിച്ചറിയുവാനായിട്ട് ഭഗവാന് തുല്യമായ ഗുണങ്ങൾ തനിക്കുമുണ്ട് എന്നുള്ള അറിവ് ആ ജീവാത്മാവിന് ലഭിക്കുന്നു. അങ്ങനെ ആ ജീവാത്മാവ് അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് പ്രാപിക്കുന്നു എന്ന് പറയുന്നു. ഭൗതിക ലോകത്തിൽ നമുക്ക് കിട്ടുന്ന അറിവെന്തും പൊതുവെ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളാൽ ദൂഷിതമാണ്. ത്രിഗുണ ദൂഷിതമാകാത്ത ജ്ഞാനത്തെയാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. അതീന്ദ്രിയ ജ്ഞാനസ്ഥിതനായ ജീവാത്മാവ് പരമപുരുഷന്റെ നിലവാരത്തിൽ എത്തിച്ചേരുന്നു. അതായത് സച്ചിദാനന്ദമയമായ, പൂർണ്ണമായും ആനന്ദവും പൂർണ്ണമായും ശാശ്വതനും, താൻ ശാശ്വതനുമാണ്, പൂർണ്ണ ജ്ഞാനം ഉൾക്കൊള്ളുന്നവനാണ്, ആനന്ദമയനായിട്ടുള്ള അവസ്ഥയിലേക്ക് ആ ജീവാത്മാവ് എത്തിച്ചേരുന്നു. മമയോ നിർമഹദ് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവഃ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ബ്രഹ്മം എന്ന് പറയപ്പെടുന്ന സമഗ്ര ഭൗതിക സത്തയത്രേ ജനനത്തിന് കാരണം. അത് എന്നിൽ നിന്ന് ഗർഭം ധരിച്ച് സകല ജീവികൾക്കും ജന്മം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൗതിക പ്രകൃതിയെയാണ്. എന്നാൽ കഴിഞ്ഞ അധ്യായത്തിൽ ബ്രഹ്മം എന്ന് പറഞ്ഞത് ജീവാത്മാവിനെയാണ്. അപ്പോൾ ഭഗവാൻ ഏത് കോണ്ടെക്സ്റ്റിൽ ആ വാക്കിന് നമ്മൾ ഏത് അർത്ഥം കൊടുക്കണം? അത് ആ ഭഗവാന്റെ ഭക്തി പരമ്പരയിലൂടെ വന്ന, ശിഷ്യ പരമ്പരയിലൂടെ വന്ന ആ ഭഗവത് ഭക്തന്മാർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ അധ്യായത്തിലും ഭഗവാൻ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഏത് അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കുകയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ എന്തുദ്ദേശിച്ചു ആ ശ്ലോകത്തിൽ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ശിഷ്യ പരമ്പരയിലൂടെ വന്ന ആചാര്യന്മാരെ തന്നെ നമ്മൾ സമീപിക്കണം എന്ന് പറയുന്നത്. അല്ലാത്തവർ ഈ 3 ഗുണങ്ങളാൽ പ്രേരിതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അതിന്റെ ശരിയായ അർത്ഥം വ്യാഖ്യാനിച്ചു തരാൻ സാധ്യമാകുകയില്ല. അങ്ങനെ നമ്മൾ വഴിതെറ്റി പോകുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഭൗതിക സത്ത, ആ ബ്രഹ്മം എന്ന് പറയപ്പെടുന്ന സമഗ്ര ഭൗതിക സത്ത, അതായത് ഭൗതിക പ്രകൃതി ആണ് ജീവാത്മാക്കളെല്ലാം ജന്മമെടുക്കുന്നതിന് കാരണം എന്ന് പറയുന്നു. എങ്ങനെ? ഭഗവാനിൽ നിന്ന് ഗർഭം ധരിച്ച് സകല ജീവികൾക്കും ജന്മം കൊടുക്കുന്നു. അതായത് ഗർഭോദകശായി മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് ആ സൃഷ്ടി സമയത്ത് ജീവാത്മാക്കളെല്ലാം പ്രകൃതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവയ്ക്ക് തക്കതായിട്ടുള്ള ശരീരം കൊടുക്കുന്നത് ഈ ജീവാത്മാവാണ്, ഈ ഭൗതിക പ്രകൃതിയാണ്. അങ്ങനെ ഭൗതിക പ്രകൃതി കൊടുക്കുന്ന ശരീരം ഉപയോഗിച്ചുകൊണ്ട് ജീവാത്മാക്കൾ പ്രവർത്തനത്തിന് മുതിരുന്നു. അപ്പോൾ ആ ഭൗതിക പ്രകൃതി ഈ ജീവാത്മാക്കൾക്ക് ശരീരം കൊടുക്കുന്ന അമ്മയായിട്ട് നമ്മൾ കണക്കാക്കണം. ഭഗവാൻ നമ്മളുടെ എല്ലാം പിതാവായിട്ടും നമ്മൾ കണക്കാക്കേണ്ടതാണ്. ലോകത്തിന്റെ ഒരു വിവരണമാണിത്. ക്ഷേത്രജ്ഞരുടെ അഥവാ ശരീരത്തിന്റെയും ജീവാത്മാവിന്റെയും സംയോഗത്താലാണ് പ്രവർത്തികൾ നടക്കുന്നത്. ഭൗതിക പ്രകൃതിയും
ജീവസത്തയുമായുള്ള സംയോഗം സാധ്യമാക്കുന്നത് സർവേശ്വരൻ തന്നെയാണ്. പരമപുരുഷൻ ബ്രഹ്മത്തെ ജീവസത്തകളുടെ ബീജങ്ങളാൽ പൂരിതമാക്കുന്നു. ഭൂമി, ജലം, അഗ്നി, വായു മുതലായ 24 മൂലകങ്ങളും ഭൗതിക ശക്തി മാത്രമാണ്. അവ മഹത്തായ ബ്രഹ്മത്തിന്റെ ഭൗതിക പ്രകൃതിയുടെ ഘടകങ്ങളാണ്. അപ്പോൾ ഈ ഘടകങ്ങൾ ഉപയോഗിച്ച് ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമായ ഒരു ശരീരം ജീവസത്തകൾക്ക് ലഭിക്കുന്നു. ആ ശരീരം ഉപയോഗിച്ച് ജീവസത്തകൾ ഭൗതിക പ്രകൃതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. എല്ലാ ജീവികൾക്കും തങ്ങളുടെ പൂർവ്വ കർമ്മങ്ങൾക്ക് അനുയോജ്യമാം വണ്ണം സുഖമോ ദുഃഖമോ അനുഭവിക്കാൻ വേണ്ടി ഭൗതിക പ്രകൃതി സൃഷ്ടിക്കുന്ന വ്യത്യസ്ത ശരീരങ്ങളെ സ്വീകരിക്കേണ്ടി വരും. ഈ ഭൗതിക ലോകത്തിലെ സകല ജീവസത്തകളുടെ ആവിർഭാവത്തിനും കാരണം ഭഗവാനാണ്. ഭഗവാന്റെ ശരീരത്തിൽ നിന്നാണ് ജീവസത്തകളെല്ലാം പുറത്തേക്ക് വരുന്നത്. അവ സംഹാരത്തിന്റെ സമയത്ത് ജീവസത്തകളെല്ലാം ഭഗവാന്റെ ശരീരത്തിൽ പോയി ലയിക്കുന്നു. പിന്നീട് സൃഷ്ടി ആരംഭിക്കുമ്പോൾ അവയെല്ലാം പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള സംയോഗം ഉണ്ടാകുന്നു. സർവയോനിഷു കൗന്തേയ മൂർത്തയഃ സംഭവന്തിയാഃ താസാം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദപിതാ. അപ്പോൾ നാനാരൂപേണയുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ്. അവയുടെ ബീജപ്രദാതാവായ പിതാവും ഞാൻ തന്നെ എന്നറിയണം. അപ്പോൾ ഭഗവാൻ പിതാവായിട്ട് നമ്മൾ ജീവാത്മാക്കളെ എല്ലാം ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകുന്നു. ഭൗതിക പ്രകൃതി നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് പ്രത്യേകമായ ശരീരം നൽകുന്നു. അങ്ങനെ മാതാവിന്റെയും പിതാവിന്റെയും അനുഗ്രഹത്താൽ നമ്മൾ ജീവാത്മാക്കൾ ഇവിടെ ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുത്ത് ഓരോ കർമ്മങ്ങൾ ചെയ്ത് ഇവിടെ പല 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 ജന്മങ്ങളായിട്ട് ഇവിടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനാണ് ജീവസത്തകൾക്കെല്ലാം ആദി പിതാവ് എന്ന ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. ഭൗതികവും ആധ്യാത്മികവുമായ പ്രകൃതികളുടെ സംയോഗമാണ് ജീവസത്തകൾ. അങ്ങനെയുള്ള ജീവസത്തകൾ ഭൂലോകത്തിൽ മാത്രമല്ല ബ്രഹ്മാവ് വാഴുന്ന സമുന്നത ഗ്രഹത്തിൽ പോലും കാണപ്പെടുന്നു. ഭൂമിക്കുള്ളിലും വെള്ളത്തിലും അഗ്നിയിൽ പോലും ജീവികളുണ്ട്. പ്രകൃതി മാതാവിന്റെ ശക്തിയുടെയും കൃഷ്ണന്റെ ബീജാവാപ പ്രക്രിയയുടെയും ഫലങ്ങളാണ് ഈ ആവിർഭാവങ്ങൾ മുഴുവനും. ഇനി ഭഗവാൻ 5ാമത്തെ ശ്ലോകം മുതൽ ഈ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നു പലതരത്തിലുള്ള ശരീരങ്ങളുണ്ട്. എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ ദിക്കിലും ജീവസത്തകളാൽ പൂരിതമാണ് ഈ ഭൗതിക പ്രപഞ്ചം എന്നിവിടെ കാണിച്ചിരിക്കുന്നു. സത്വം രജസ്തമ ഇതി ഗുണാഃ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. സത്വം, രജസ്, തമസ്. ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതി സംയോഗം ഉണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബദ്ധനാകുന്നു. അപ്പോൾ നമ്മൾ ജീവാത്മാക്കൾക്ക് ഈ ഭൗതിക പ്രകൃതിയുമായിട്ട് സംയോഗമുണ്ടായി നമുക്ക് പ്രത്യേക ശരീരം ലഭിക്കുമ്പോൾ അതിനോടൊപ്പം നമുക്ക് ഈ 3 ഗുണങ്ങളും ലഭ്യമാകുന്നു. പിന്നീട് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ 3 ഗുണങ്ങളാൽ പ്രേരിതമായിട്ടാണ്. നമുക്ക് ശരീരത്തിന് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല. കാരണം ശരീരം 24 മൂലകങ്ങളുടെ ഒരു സ്ട്രക്ചർ മാത്രമാണ്, ഒരു ശരീരം മാത്രമാണ്, ജഡപദാർത്ഥം മാത്രമാണ്. അപ്പോൾ അതിനെ പ്രവർത്തിക്കണമെങ്കിൽ, ജീവൻ ലഭിക്കണമെങ്കിൽ തന്നെ ജീവാത്മാവ് ശരീരത്തിൽ പ്രവേശിക്കണം. എങ്കിൽ മാത്രമേ ചേതനയുണ്ടാകുന്നുള്ളൂ. അതുകൂടാതെ പ്രവർത്തിക്കണമെങ്കിലും ഈ 3 ഗുണങ്ങളുടെ സംയോഗം ഉണ്ടാകണം. ആ 3 ഗുണങ്ങളാൽ പ്രേരിതമായിട്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നു. അഭൗതികനാകയാൽ, അഭൗതികൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് തന്റെ മൂലസ്വരൂപത്തിൽ ആധ്യാത്മികനാണ്. ഭൗതിക പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് പ്രഭുപാദ ഇവിടെ പറയുന്നത്. അഭൗതികനാകയാൽ ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്കിലും ഈ ഭൗതിക ലോകത്തിൽ ബദ്ധനായി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വ്യാമോഹിതനായി അത് പ്രവർത്തിച്ചു പോരുന്നു. വിവിധ തരത്തിലുള്ള ശരീരങ്ങളിലാണ് ഈ ജീവാത്മാക്കൾ കുടികൊള്ളുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ശരീരം സ്വീകരിച്ച് ഈ 3 ഗുണങ്ങളുടെ പ്രേരണയിൽ ജീവാത്മാവ് പ്രവർത്തിച്ചു പോരുകയാണ്. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഖ്യേന ബധ്നാതി ജ്ഞാനസംഖ്യേന ചാനകാം. മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ
സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 3 ഗുണങ്ങളും നമ്മളെ ഇവിടെ ബന്ധനത്തിലാക്കുന്നു. ആ 3 ഗുണങ്ങളുടെ പ്രവൃത്തിയിലും നമ്മൾ ബന്ധനത്തിലാക്കപ്പെടുന്നു. ആ 3 ഗുണങ്ങളിലും വെച്ച് ശ്രേഷ്ഠം സത്വഗുണമാണ് എന്ന് പറയുന്നു. കാരണം സത്വഗുണത്തിലുള്ളവർ സന്തോഷകരമായ പുണ്യകരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവർ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തരാണ്. അങ്ങനെയുള്ളവർ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തരായതുകൊണ്ട് അവർക്ക് അധികം ക്ലേശങ്ങളോ ദുരിതങ്ങളോ അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനെ വരുമ്പോൾ അവർ സുഖത്താലും ജ്ഞാനത്താലും, അതായത് ആധ്യാത്മികമായ ജ്ഞാനം വളർത്തിയെടുക്കുവാൻ അവർ ശ്രമിക്കുന്നു. ആ സത്വഗുണത്തിലുള്ളവരാണ് കൂടുതലും ദൈവികമായ കാര്യങ്ങളിൽ ആകൃഷ്ടരാകുന്നത്. ഭഗവാനെ കുറിച്ച് വായിക്കുവാനും ആ ഭഗവാനെ കുറിച്ച് കേൾക്കുവാനും എല്ലാം താല്പര്യമുണ്ടാക്കുന്നത് അവരിലാണ്. അങ്ങനെ വരുമ്പോൾ അവർ ആധ്യാത്മികമായ ജ്ഞാനം സമ്പാദിക്കുവാൻ അവർക്ക് താല്പര്യമുണ്ടാകുന്നു. അങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് അവർ സുഖത്തോടു കൂടി സന്തോഷത്തോടു കൂടി കൂടാതെ ജ്ഞാനത്തോടു കൂടി ബദ്ധരാക്കപ്പെടുന്നു. കാരണം സന്തോഷത്തോടെയും സുഖത്തോടെയും നമ്മൾ ജീവിക്കുമ്പോൾ, ശാന്തിയോടുകൂടി നമുക്ക് ജീവിതം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ജീവിതത്തിൽ സന്തുഷ്ടരാകുന്നു. അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ സത്വഗുണത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇവിടെ ബന്ധനത്തിലാക്കപ്പെടുകയാണ്. നമ്മൾ മോചിതരാകുന്നില്ല അതുവഴി എന്ന് പറയുന്നു. മോചിതരാകണമെങ്കിൽ നമ്മൾ പിന്നീട് ആ ഭഗവാന്റെ വിശുദ്ധ സത്വത്തിലേക്ക് കടക്കണം. അതിന് ആധ്യാത്മിക അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിലൂടെ പ്രവർത്തിക്കണം. പക്ഷെ ഇവർ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ജ്ഞാനം സമ്പാദിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടുന്നു സത്വഗുണത്തിലുള്ളവർ. രജോ ഗുണത്തിലുള്ളവരോ രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗ സമുദ്ഭവം തന്നിബധ്നാദി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രാജസിക സ്വഭാവമുള്ളവർ അളവറ്റ തൃഷ്ണാധിക്യത്തിൽ നിന്ന് ഉളവാകുന്നതത്രേ രജോ ഗുണം. തൃഷ്ണ എന്ന് പറഞ്ഞാൽ ഭൗതികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള ആസക്തി. അതിനെയാണ്, അതിയായ ആസക്തിയെയാണ് തൃഷ്ണ എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാത്ത ആ ഒരു ആസക്തി. ആ ആസക്തി ദേഹബോധത്തിൽ ആ ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള ആസക്തിയിൽ മുഴുകിയിരിക്കുന്നതാണ് രജോ ഗുണം. അങ്ങനെ ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. എങ്ങനെയാണത്? ആ ദേഹബോധത്തിൽ അത് ഇന്ദ്രിയ സുഖപൂർത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് കഠിനമായ പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ട് ധനം സമ്പാദിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ദ്രിയ സുഖപൂർത്തി ഉണ്ടാകുക? അപ്പോൾ ആ ഇന്ദ്രിയ സുഖപൂർത്തിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ധനം സമ്പാദിച്ച് അങ്ങനെ ഫലോദിഷ്ട കർമ്മങ്ങളിൽ, അതായത് തന്റെ കർമ്മത്തിന്റെ ഫലം ആഗ്രഹിക്കുന്നു ആ വ്യക്തി. ആ കർമ്മഫലം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ധനം സമ്പാദിച്ചാൽ മാത്രമേ തന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആഗ്രഹ പൂർത്തീകരണത്തിനായി കൊണ്ട് പ്രവർത്തിക്കുന്നു. കഠിനമായ പ്രയത്നങ്ങൾ ചെയ്ത് അതിന്റെ ഫലം താനെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് രജോ ഗുണ സ്വഭാവികൾ എന്നിവിടെ പറയുന്നു. ഈ രജോ ഗുണം വളരുമ്പോൾ ഭൗതിക സുഖങ്ങളിലുള്ള താല്പര്യവും വർദ്ധിക്കും. ഇന്ദ്രിയ സുഖാസ്വാദനങ്ങളിൽ മതി വരാതാവും. രജോ ഗുണ സ്വഭാവിയുടെ ആസക്തി ഇന്ദ്രിയ സുഖാനുഭവങ്ങളിലാണ്. അവ നേടണമെങ്കിൽ അയാൾക്ക് രാഷ്ട്രത്തിലോ സമൂഹത്തിലോ ഒരു ഉയർന്ന പദവി ലഭിക്കണം, സന്തുഷ്ടമായ കുടുംബ ജീവിതം വേണം, നല്ല വീടും നല്ലവരായ മക്കളും ഭാര്യയും ഉണ്ടാകണം. ഇവയെല്ലാം രജോ ഗുണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇവയ്ക്ക് വേണ്ടി പരക്കം പായുന്നിടത്തോളം കാലം അവർക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അയാൾ തന്റെ കർമ്മഫലങ്ങളിൽ ആസക്തനാകുകയും അങ്ങനെ അത്തരം കർമ്മങ്ങളാൽ ബന്ധിതനായി തീരുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് രജോ ഗുണ സ്വഭാവിയുടെ പ്രവർത്തനം. തമോ ഗുണം ഇതിനും വേഴ്സ്റ്റ് ആണ് എന്ന് പറയുന്നു. ഇതിനേക്കാൾ ഏറ്റവും അധപ്പതിച്ചതാണ് തമോ ഗുണം. തമസ്തജ്ഞാനജം വിത്തി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിസ്തന്യബധ്നാദി ഭാരത. തമോ ഗുണക്കാർ അജ്ഞാനത്തിലാണ്, പൂർണ്ണമായും അജ്ഞാനത്തിൽ, അവിദ്യയിൽ മുങ്ങിയിരിക്കുന്നു. അവർക്ക് നല്ലതെന്ത് ചീത്തയെന്ത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിവുള്ളവരല്ല അവർ. പൂർണ്ണമായും അവർ അജ്ഞാനത്തിലാണ് എന്ന്. അജ്ഞാനജന്യമായ തമോ ഗുണമാകട്ടെ സർവശരീരികളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. ഈ ഗുണത്തിന്റെ ഫലങ്ങളായ പ്രമാദം, അലസത, നിദ്ര എന്നിവ ബദ്ധജീവാത്മാവിനെ കുടുക്കിയിടുന്നു. അപ്പോൾ തമോ ഗുണത്തിലുള്ളവർ രജോ ഗുണത്തെക്കാട്ടിലും താഴ്ന്ന പടിയിലുള്ളവരാണ്. അവർ എല്ലായ്പ്പോഴും ഉന്മാദാവസ്ഥയിൽ, ലഹരി പദാർത്ഥങ്ങളെല്ലാം ഉപയോഗിച്ച് ഉന്മാദാവസ്ഥയിൽ തന്നെ കുറിച്ചുള്ള ഒരറിവും ഇല്ലാതെ, ആത്മീയജ്ഞാനം ഒരു തരി പോലും ഇല്ലാതെ പൂർണ്ണമായും ഭൗതികതയിൽ മുങ്ങിക്കിടക്കുന്നവർ
പ്രമാദം, അലസത, നിദ്ര എന്നിവയാണ് തമോ ഗുണ സ്വഭാവിയെ കുടുക്കിയിടുന്നത് എന്ന് പറയുന്നു. സത്വഗുണത്തിന് നേരെ എതിരാണ് തമോ ഗുണം. സത്വഗുണത്തിലുള്ള ഒരാൾക്ക് ജ്ഞാന സമ്പാദനത്തിലൂടെ വിവേകം നേടാൻ കഴിയും. തമോ ഗുണ സ്വഭാവിക്ക് അത് അസാധ്യമാണ്. കാരണം തമോ ഗുണക്കാർ പൂർണ്ണമായും അജ്ഞാനത്തിലാണുള്ളത്. തമോ ഗുണം ഉന്മാദത്തെ ഉളവാക്കുന്നു. ഉന്മത്തനായ ഒരാൾ കാര്യ വിവേചനത്തിന് ശക്തനല്ല. അയാൾക്ക് ശരിയേത് തെറ്റേത് എന്ന് തീരുമാനിക്കാൻ സാധ്യമല്ല. അതാണ് തമോ ഗുണബാധിതരുടെ സ്വഭാവം. അപ്പോൾ മൃഗങ്ങളിലും പക്ഷികളിലും എല്ലാം ഈ 3 ഗുണങ്ങളുള്ളവരെ പ്രത്യേകം കാണുവാൻ സാധിക്കും എന്നിവിടെ കാണിച്ചിരിക്കുന്നു. അരയന്നം എപ്പോഴും ശുദ്ധജലത്തിൽ ശുദ്ധമായ വെജിറ്റേറിയൻ ആയിട്ട് ശുദ്ധമായ ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരു പക്ഷിയാണ്. അത് ശുദ്ധജലത്തിൽ മാത്രം കാണപ്പെടുന്നു. ആ അരയന്നത്തെ സത്വഗുണമായിട്ട് നമ്മൾ കരുതുന്നു. പിന്നീട് തേനീച്ച എപ്പോഴും കഠിന പ്രയത്നം ചെയ്ത് ആ കഠിന പ്രയത്നത്തിന്റെ ഫലമായ തേനിനെ തനിക്ക് വേണ്ടി മാത്രം കൂട്ടി വെക്കുന്നു. ആരെങ്കിലും അത് തൊടാൻ വന്നു കഴിഞ്ഞാൽ അവരെയെല്ലാം ആക്രമിക്കുന്നതാണ് തേനീച്ചയുടെ സ്വഭാവം. ആ തേനീച്ച രജോ ഗുണ സ്വഭാവിയായിട്ട് നമ്മൾ കരുതുന്നു. പിന്നീട് കാക്ക എല്ലാത്തരം മലിനമാക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോയി എന്തെല്ലാം ആഹാരം കഴിക്കുന്നു. ആ കാക്ക തമോ ഗുണ സ്വഭാവിയായിട്ട് ഉദാഹരണമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഈ സത്വ രജസ് തമോ ഗുണങ്ങൾ ജീവികളിൽ മാത്രമല്ല കാണപ്പെടുന്നത്. സമയം, സ്ഥാനം, പിന്നീട് അങ്ങനെയുള്ള എല്ലാത്തിലും ഈ 3 ഗുണങ്ങൾ ചേർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. സമയവും രാവിലെ ബ്രഹ്മമുഹൂർത്തം മുതൽ ഒരു 11 മണി വരെ സമയം സത്വഗുണ സമയമാണ് എന്ന് പറയുന്നു. ആ സമയത്ത് നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹം ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് ഓർമ്മയും ഉണ്ടാകുന്നു. പിന്നീട് അതിൽ നമുക്ക് താല്പര്യവും ഉണ്ടാകുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ രജോ ഗുണ സമയമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അധികം പ്രയത്നങ്ങൾ ചെയ്ത് നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗത്തിന് വേണ്ടി പ്രയത്നങ്ങൾ ചെയ്യുന്ന സമയമാണ് 11 മണി മുതൽ സന്ധ്യാസമയം വരെ. സന്ധ്യ കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായും തമോ ഗുണമാണ് എന്ന് പറയുന്നു. ആ സമയത്ത് നമ്മൾ വളരെ വൈകി ആഹാരം പോലും കഴിക്കാൻ പാടില്ല എന്ന് ആചാര്യന്മാർ പറയുന്നത്. കാരണം ആ വൈകി ആഹാരം കഴിക്കുന്നവരെല്ലാം ഭൂതപ്രേത പിശാചുക്കൾ ഇറങ്ങുന്ന സമയമാണത്രേ സന്ധ്യാസമയം കഴിഞ്ഞാൽ. അപ്പോൾ സമയത്തിനും സ്ഥാനത്തിനും അങ്ങനെയുണ്ട്. നമ്മൾ ദേവന്മാരുടെ അമ്പലങ്ങൾ അല്ലെങ്കിൽ തീർത്ഥയാത്രാ സ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങളെല്ലാം സത്വഗുണ സമ്പന്നമായ സ്ഥലമാണ് എന്ന് നമ്മൾ കരുതുന്നു. അതേപോലെ നമ്മൾ പ്രവർത്തികൾ ചെയ്യുന്ന മറ്റ് സ്ഥലങ്ങളെല്ലാം രജോ ഗുണ പ്രധാനമാണ്. തമോ ഗുണ പ്രധാനമായ സ്ഥലങ്ങളും നമുക്കറിയാം. ബാർ മുതലായ സ്ഥലങ്ങളെല്ലാം അവിടെയെല്ലാം തമോ ഗുണം നിറഞ്ഞിരിക്കുന്ന, ഉന്മാദം നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സമയത്തിന്, സ്ഥലത്തിന്, എല്ലാത്തിനും ഈ 3 ഗുണങ്ങൾ ഭൗതിക പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ജീവജാലങ്ങളിലും ഈ 3 ഗുണങ്ങളാണ് പ്രധാനമായിട്ട് ഓരോരുത്തരെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നതും. ആ സ്ഥലത്ത് നമ്മൾ എത്തിയാൽ അതേപോലെ നമ്മുടെ സ്വഭാവം അതേപോലെ മാറുന്നു. ഇപ്പോൾ ഒരു അമ്പലത്തിലും തീർത്ഥസ്ഥാനത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭഗവാന്റെ ഭക്തിയിലേക്ക് നമ്മൾ ഉയരുന്നു. നമ്മുടെ മനസ്സിൽ അപ്പോൾ ശാന്തമായിരിക്കും നമ്മുടെ മനസ്സ്. അപ്പോൾ ആ സത്വഗുണത്തിൽ മുങ്ങിയിരിക്കുന്നു. അതിലൂടെ മാത്രമേ നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഈ 3 ഗുണങ്ങൾ എല്ലാ ദിക്കിലും എല്ലായ്പ്പോഴും കാണപ്പെടുന്നു എന്ന്. സത്വം സുഖേ സഞ്ചയതി രജഃ കർമ്മണി ഭാരത ജ്ഞാനം ആവൃത്യ തു തമഃ പ്രമാദേ സഞ്ചയത്യുത. സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുന്നു. അതായത് സത്വഗുണ സ്വഭാവിയായിട്ടുള്ള ഒരാൾ എപ്പോഴും സമാധാനവും സുഖവും അനുഭവിക്കുന്നയാളാണ്. രജോ ഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ടാണ് ബന്ധിക്കുക. രജോ ഗുണ സ്വഭാവിയായ ഒരാൾ അധികം പ്രയത്നങ്ങൾ ചെയ്ത് ധനം സമ്പാദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ധനം എത്രമാത്രം കൂടുന്നുവോ അത്രമാത്രം അയാൾക്ക് സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാം. അതിനു വേണ്ടിയിട്ട് വളരെയധികം കഠിന പ്രയത്നങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ആ പ്രയത്നത്താൽ അയാൾ ബന്ധിക്കപ്പെടുന്നു. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ടും ഒരാളെ ബന്ധിക്കുന്നു എന്നാണ് പറയുന്നത്. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത രജസത്വം തമശ്ചൈവ തമസത്വം രജസ്തഥാ. ചിലപ്പോൾ സത്വഗുണം രജസ്തമോ ഗുണങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറും. ചിലപ്പോൾ രജസ് സത്വതമോ ഗുണങ്ങളെ കീഴടക്കുന്നു. മറ്റു ചിലപ്പോൾ തമസ് സത്വരജസ്സുകളെയും ഈ വിധത്തിൽ എപ്പോഴും ആധിപത്യത്തിനുള്ള മത്സരം നിലനിൽക്കുന്നു. അപ്പോൾ ഈ 3 ഗുണങ്ങളും
നമ്മൾ മനുഷ്യരെ ആധിപത്യത്തിൽ തന്റെ ഗുണം ഏത് ഗുണം മുന്നിട്ട് നിൽക്കണം എന്നുള്ള ഒരു ആധിപത്യം നമ്മുടെ ശരീരത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കണം. ഇവയിൽ ഒന്നിന്റെ ആധിപത്യം ഒരാളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലും ആഹാര രീതികളിലും ഒക്കെ സ്പഷ്ടമായി കാണുക പതിവാണ്. അപ്പോൾ നമ്മൾ ഒരാളുടെ പ്രവൃത്തി കണ്ടിട്ട് അയാൾ ഏത് ഗുണത്തിൽ നിൽക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അയാളുടെ പ്രവൃത്തി മൂലം തന്നെ. ആർക്കും പരിശീലനം കൊണ്ട് സത്വഗുണം വളർത്തി രജസ് തമസുകളെ തോൽപ്പിക്കാം. രജോ ഗുണം വർദ്ധിപ്പിച്ച് സത്വ തമസുകളെ കീഴടക്കാനും തമോ ഗുണത്തെ പോഷിപ്പിച്ച് സത്വരജസ്സുകളെ നശിപ്പിക്കാനും സാധിക്കുന്നു. ഇങ്ങനെ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലും സ്ഥിര നിശ്ചയമുള്ളവർക്ക് സത്വഗുണത്താൽ അനുഗ്രഹീതരാവാം. അപ്പോൾ നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ സത്വഗുണത്തിൽ തന്നെ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കും. രജസ്തമോ ഗുണങ്ങൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നമുക്ക് അറിയുവാൻ സാധിക്കും. നമ്മൾ വഴിമാറി പോകുകയാണ്, തിരിച്ച് സത്വഗുണത്തിലേക്ക് തന്നെ നമ്മൾ വരണം എന്നുള്ള മുന്നറിയിപ്പ് നമ്മിൽ ഉണ്ടാകുന്നു. നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അതിനെയും ആക്രമിച്ച് വാസുദേവാവസ്ഥ എന്ന വിശുദ്ധ സത്വത്തിലെത്താം. ഇവിടെയാണ് ഒരാൾ ഈശ്വര ശാസ്ത്രാഭിജ്ഞനാകുന്നത്. ഒരു മനുഷ്യനിൽ ഏതു ഗുണത്തിനാണ് സ്വാധീനത എന്ന് അയാളുടെ പ്രത്യേക പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓരോ മനുഷ്യനും പ്രവർത്തിക്കുമ്പോൾ ഏത് ഗുണത്തിലാണ് അയാൾ പ്രവർത്തിക്കുന്നത് എന്ന് അയാളുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക്, അയാളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവൃദ്ധം സത്വമിത്യുത. 9 ദ്വാരങ്ങൾ, ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളിലും ജ്ഞാനത്താൽ പ്രകാശിതമാകുമ്പോൾ സത്വഗുണത്തിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നു. അപ്പോൾ എല്ലാ ദ്വാരങ്ങളും എന്ന് പറയുന്നത് ശരീരം മുഴുവൻ ഈ സത്വഗുണം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും അതുവഴി സന്തോഷത്തോടു കൂടി നമ്മൾ ഇരിക്കുമ്പോൾ ആ ശരീരം മുഴുവൻ ആ സത്വഗുണത്തിന്റെ പ്രഭാവത്താൽ പ്രകാശമാനമായി എന്ന് പറയുന്നു. കാരണം ആ സത്വഗുണം മുന്നിട്ടുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും സന്തോഷവാനാണ്. ഭഗവാന്റെ ദൈവികമായ കാര്യങ്ങൾ ചെയ്ത് ജ്ഞാനം സമ്പാദിച്ച് പാപകർമ്മങ്ങളെല്ലാം നീങ്ങി നമ്മൾ ആ പുണ്യമായ അവസ്ഥയിൽ നിലകൊള്ളുന്നു. ആ സമയത്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പ്രകാശമാനമായ അല്ലെങ്കിൽ ആ പുണ്യമായ അവസ്ഥയിലാണ് എന്ന് പറയുന്നു. 9 ദ്വാരങ്ങളാണ് ശരീരത്തിനുള്ളത്. ഇവയെല്ലാം സാത്വികതാ ലക്ഷണങ്ങളാൽ പ്രകാശിതമാകുമ്പോൾ മനുഷ്യൻ സത്വഗുണ സമ്പന്നൻ എന്ന് മനസ്സിലാക്കാം. അത്തരക്കാർ കാര്യങ്ങളെ ശരിയായ നിലയിൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യും. അവർ ആന്തരികമായും ബാഹ്യമായും പരിശുദ്ധരാണ്. അതാണ് കാരണം പുണ്യകർമ്മങ്ങൾ ചെയ്ത് പാപകർമ്മങ്ങളെല്ലാം നീങ്ങി നമ്മൾ പരിശുദ്ധരായിരിക്കുന്നു. അതുവഴി നമ്മുടെ ശരീരം മുഴുവനും പ്രകാശമാനമാകുന്നു എന്ന് പറയുന്നു. ഇതാണ് സത്വഗുണത്തിന്റെ അവസ്ഥ. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമഹസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. രജോ ഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാകാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ആ രജോ ഗുണം വർദ്ധിക്കുമ്പോൾ ആ ദേഹത്തിന്റെ ആ ഒരു ഭൗതികമായ ഇന്ദ്രിയ സുഖഭോഗം അനുഭവിക്കാനുള്ള ആഗ്രഹം വർദ്ധിച്ചു വരുന്നു. അതിനനുസരിച്ച് കഠിന പ്രയത്നം ചെയ്യുന്നു. അങ്ങനെ താൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഫലം ആ സ്വാർത്ഥതയോടുകൂടി സ്വയം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം കാണുവാൻ സാധിക്കുന്നു. രജോ ഗുണ സ്വഭാവി തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനത്താൽ ഒരിക്കലും സംതൃപ്തനാകാറില്ല. അത് ഉയർത്താനായി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതാണ് രജോ ഗുണ സ്വഭാവി. തനിക്ക് എത്രമാത്രം ലഭിച്ചാലും എത്രമാത്രം ധനമുണ്ടായാലും അത് തൃപ്തനല്ല. വീണ്ടും വീണ്ടും ധനം സമ്പാദിച്ച് ഇന്ദ്രിയ സുഖഭോഗം വർദ്ധിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് രജോ ഗുണ സ്വഭാവി. അപ്രകാശോ പ്രവർത്തിച്ച പ്രമാദോ മോഹ ഏവച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരു നന്ദന. തമോ ഗുണം വളരുമ്പോൾ തേജസ്സില്ലായ്മ, അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു. അപ്പോൾ തേജസ് ഇല്ലാത്തിടത്ത് ജ്ഞാനമില്ല എന്ന് പറയുന്നു. ജ്ഞാനം വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ശരീരമെല്ലാം പ്രകാശപൂരിതമാകുന്നത്. അപ്പോൾ ഈ തമോ ഗുണ പ്രധാനിയുടെ ദേഹം കണ്ടാൽ തന്നെ അറിയാം എപ്പോഴും ഒരു തേജസ്സും ഇല്ലാത്ത ഒരു ശരീരമാണ്. അപ്പോൾ അവിടെ ജ്ഞാനമില്ല, അജ്ഞാനമാണ്.
അജ്ഞാനം താമസിക ഗുണമായിട്ട്, താമസിക ഗുണം വർദ്ധിച്ച ഒരാളാണ് ഇങ്ങനെ തേജസ് ഇല്ലാതെ ഇരിക്കുന്നത്. താമസ സ്വഭാവി നിയന്ത്രിത തത്വത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നയാളാണ് താമസ സ്വഭാവി. ഭഗവാന്റെ ധർമ്മ പ്രമാണങ്ങളെ ഒന്നും അനുസരിച്ചല്ല അയാൾ പ്രവർത്തിക്കുന്നത്. അതുമൂലം അയാൾ ഒരു നിയന്ത്രിതമല്ലാത്ത ജീവിതം നയിക്കുന്നു. അങ്ങനെ പ്രമാദ ആലസ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം ആണ് തമോ ഗുണ പ്രധാനി നയിക്കുന്നത് എന്ന്. യഥാസത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹവൃത തദോത്തമവിധാം ലോകാൻ അമലാൻ പ്രതിപത്യതേ. ഇനി ഈ 3 ഗുണത്തോടു കൂടി നമ്മൾ മരിക്കുകയാണെങ്കിൽ, നമ്മൾ ശരീരം ത്യജിക്കുമ്പോൾ നമ്മൾ ഈ 3 ഗുണത്തിൽ ഏത് ഗുണമാണ് പ്രാധാന്യമുള്ളത്, ആ ഗുണത്തിൽ നമ്മൾ എവിടെ ചെന്നെത്തുന്നു എന്ന് ഈ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തരുന്നു. സാത്വികർ മരിക്കുമ്പോൾ ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിൽ എത്തുന്നു. കാരണം നമ്മൾ പുണ്യകർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്, പാപകർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്വഗുണത്തിലുള്ളവർ. അതുകൊണ്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ ആ പുണ്യകർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലം അനുഭവിക്കാനായി ഉന്നതമായ ഋഷിവര്യന്മാരുടെ എല്ലാം ലോകത്തിലേക്ക് അവർ ചെന്നെത്തുന്നു. അമലാൻ എന്ന് പറഞ്ഞാൽ രജസ്തമോ ഗുണങ്ങൾ നീണ്ടാത്ത ആ ഒരു പരിശുദ്ധമായ അവസ്ഥയിലാണ്. അതാണ് സത്വഗുണ സമ്പന്നൻ പരിശുദ്ധമായ ആ ലോകങ്ങളിലേക്ക് ചെന്നെത്തുന്നു എന്ന് പറയുന്നു. രജസി പ്രളയം ഗത്വാ കർമ്മസംഖ്യഷു ജായതേ തഥാ പ്രളീനസ്തമസി മൂഢയോനിഷു ജായതേ. രജോ ഗുണത്തോടെയാണ് മരിക്കുന്നത് എങ്കിൽ ഫലം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. തമോ ഗുണത്തോടെ മരിക്കുന്നവരാണെങ്കിലോ മൃഗങ്ങളായിട്ടാണ് പിറക്കുക. തമോ ഗുണം മൃഗങ്ങളുടെ ഇടയിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. മൃഗങ്ങൾ ആ തമോ ഗുണ പ്രധാനമായിട്ട്, കാരണം അവർക്ക് നല്ലതെന്ത് ചീത്തയെന്ത് ഒന്നും അറിഞ്ഞുകൂടാ, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അവർ തങ്ങളുടെ ആ ഇന്ദ്രിയ സുഖഭോഗത്തിന് വേണ്ടിയിട്ട് മാത്രം, വിശപ്പടക്കാനും കാമപൂർത്തിക്കും വേണ്ടിയിട്ട് മാത്രമാണ് മൃഗങ്ങൾ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പൂച്ചകളെയും പട്ടികളെയും എല്ലാം കണ്ടിട്ടുണ്ട്. അവർക്ക് ആഹാരം, നിദ്ര, ഭയമൈഥുനം ഇത് 4 മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ തമോ ഗുണ പ്രധാനികൾ ഇതേപോലെ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ മരിച്ചു കഴിഞ്ഞാൽ അതേ ഗുണങ്ങളുള്ള മൃഗങ്ങളുടെ ഇടയിലാണ് പോയി ജനിക്കുക എന്ന് പറയുന്നു. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ മനുഷ്യർ മരിച്ച ശേഷം മൃഗരൂപത്തിലുള്ള ജീവിതത്തിലേക്ക് തരം താഴ്ത്തപ്പെടുന്നു എന്ന് ഈ ശ്ലോകം ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ അധപ്പതിച്ച നിലയിൽ നിന്ന് പരിണാമ പ്രക്രിയയിലൂടെ അയാൾക്ക് വീണ്ടും മനുഷ്യ ജീവിതത്തിലേക്ക് ഉയർന്നു വരണം. അതാണ് നമ്മൾ മനുഷ്യ ജീവിതം ദുർലഭമായിട്ട് കിട്ടുന്നതാണ്. ആ മനുഷ്യ ജീവിതം നമ്മൾ പാഴാക്കി കളയരുത് എന്ന് പറയുന്നത്. കാരണം പാഴാക്കി കളഞ്ഞാൽ, ഇതേപോലെ തമോ ഗുണം രജോ ഗുണം ഇതെല്ലാം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു മനുഷ്യ ജീവിതം ലഭിക്കുന്നത് വളരെ വളരെ ദുഷ്പ്രാപ്യമായിരിക്കും. പിന്നീട് പരിണാമത്തിലൂടെ നമ്മൾ ഏത് മൃഗമായിട്ട് ജനിച്ചോ ആ മൃഗത്തിൽ നിന്ന് പിന്നീട് ഉയർന്നു വന്ന് അനേകം ജന്മങ്ങൾ കഴിഞ്ഞിട്ട് വേണം വീണ്ടും ഒരു മനുഷ്യജന്മം ലഭിക്കുവാനായിട്ട്. അപ്പോൾ ഒരിക്കലും സത്വഗുണത്തിൽ നിന്ന് താഴേക്ക് വരാതെ നമ്മൾ പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. സത്വഗുണത്തിൽ തന്നെ നിൽക്കുവാനായിട്ട് നമ്മൾ നോക്കുക. രജോ ഗുണത്തിലേക്ക് വന്നാൽ രജോ ഗുണത്തിൽ നിന്ന് പിന്നീട് തമോ ഗുണത്തിലേക്ക് വീഴുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും സത്വഗുണത്തിൽ നിന്ന് താഴേക്ക് വരരുത് എന്ന്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ പറ്റി ഗൗരവത്തോടെ ചിന്തിക്കുന്നവരെല്ലാം സത്വഗുണം പരിശീലിച്ചുകൊണ്ട് സജ്ജന സമ്പർക്കത്താൽ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇങ്ങനെയല്ലാതെ ഒരാൾക്ക് വീണ്ടും മനുഷ്യനായി പിറക്കാൻ കഴിയും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല എന്ന് പ്രഭുപാദ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സത്വഗുണത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണാവബോധത്തിലൂടെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കതിൽ പൂർണ്ണത നേടുവാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് അടുത്ത ജന്മം ഒരു മനുഷ്യജന്മം തന്നെയായിരിക്കുമെന്ന് ഉറപ്പായേക്കാം. പക്ഷേ മറ്റുള്ള ഗുണങ്ങളിലേക്ക് നമ്മൾ അധപ്പതിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ജന്മം ലഭിക്കും, ഏത് ശരീരം ലഭിക്കും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല എന്ന്. കർമ്മണഃ സുഹൃതസ്യാഹുഃ സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസഃ ഫലം. സത്കർമ്മത്തിന്റെ ഫലം വിശുദ്ധമാണ്, അത് സാത്വിക ഗുണത്തിലാണ് എന്ന് പറയുന്നു. അപ്പോൾ സത്കർമ്മങ്ങൾ ചെയ്ത്, നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്ത് നമ്മൾ ആ സത്വഗുണത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് സത്വഗുണത്തിന്റെ ഫലമായിട്ട് വിശുദ്ധമാക്കപ്പെടുന്നു നമ്മൾ എന്ന് പറയുന്നു. രജോ ഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ദുഃഖമാണ്. കാരണം കഠിന പ്രയത്നങ്ങൾ ചെയ്ത് ധനം സമ്പാദിക്കുവാൻ ശ്രമിക്കുകയാണ് രജോ ഗുണ പ്രധാനത്തിലുള്ളവർ. അവർക്ക് തന്റെ കർമ്മത്തിന്റെ ഫലം എത്രമാത്രം ലഭിക്കുമെന്ന് അറിഞ്ഞുകൂടാ.
ആ കർമ്മഫലം ലഭിച്ചിട്ട് ആ ധനം സമ്പാദിച്ചിട്ട് വേണം സുഖസൗകര്യങ്ങൾ അനുഭവിക്കുവാനായിട്ട്. അപ്പോൾ അത് പൂർത്തിയാക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ആ ദുഃഖമയമായ ഒരവസ്ഥയാകുന്നു. അപ്പോൾ രജോ ഗുണത്തിന്റെ ഫലം ഇപ്പോഴും ദുഃഖമാണ്. തമോ ഗുണത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലം മൗഢ്യവും അജ്ഞാനവുമാണ് എന്ന് പറയുന്നു. അപ്പോ തമോ ഗുണ പ്രധാനിക്ക് താൻ സ്വീകരിക്കുന്ന വഴി തന്നെ അറിഞ്ഞൂട, ശരിയായ വഴി അറിയാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അയാളുടെ ഫലം അജ്ഞാനത്തിലേക്ക് മുങ്ങിപ്പോകുന്നു. ഈ തമോ ഗുണത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ സത്വാ സഞ്ചായതേ ജ്ഞാനം രജസോ ലോഭയേവ ച പ്രമാദമോഹൗ തമസോ ഭവതോ അജ്ഞാനമേവ ച. സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും രജസിൽ നിന്ന് ലോഭവും തമസിൽ നിന്ന് പ്രമാദവും മോഹം മൗഢ്യം എന്നിവയും ഉണ്ടാകും. സത്വഗുണത്തിലുള്ളവർ ആധ്യാത്മികമായ ജ്ഞാനം ലഭിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. അതുകൊണ്ട് ആധ്യാത്മികമായ ജ്ഞാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു അവർ. രജോ ഗുണത്തിലുള്ളവർക്കോ അവർക്ക് ലോഭം, അതായത് ഗ്രീഡ്, അതായത് ധനം സമ്പാദിക്കാനുള്ള ആസക്തി, അതിനുവേണ്ടി കഠിന പ്രയത്നങ്ങൾ ചെയ്യുന്നു. തമസിൽ നിന്ന് പ്രമാദം, ഉന്മാദവും മോഹവും മൗഢ്യവും മൂഢതയും എല്ലാം ഉണ്ടാകുന്നു എന്ന്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസാഹ ജഗന്യ ഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാഹ. സാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. രാജസ പ്രകൃതിയുള്ളവർ ഭൂലോകങ്ങളിൽ ജീവിക്കുകയും നീചമായ തമോ ഗുണത്തിന് അടിമപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിപതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാത്വിക സ്വഭാവികൾ നേരത്തെ പറഞ്ഞു ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരും. അവരുടെ പുണ്യകർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ആ പുണ്യകർമ്മ ഫലം അനുഭവിക്കാനായിട്ട് ഉത്കൃഷ്ട ലോകങ്ങളിൽ പോകുന്നു. രാജസ പ്രകൃതിയുള്ളവർ ഭൂമിയിൽ തന്നെ കർമ്മം ചെയ്തുകൊണ്ട് കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയുള്ളവരുടെ ഇടയിൽ വസിക്കുന്നു. തമോ ഗുണ പ്രധാനികൾ അവർ നീചമായ കൃത്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവൾ മൃഗങ്ങളുടെ യോനിയിലാണ് ജനിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ പാപകർമ്മങ്ങൾ ചെയ്തിരിക്കും. ആ പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായി നരകങ്ങളിൽ പോയി പതിക്കുന്നു. ആ നരകങ്ങളിൽ പോയി പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച ശേഷം പിന്നീട് അവർക്ക് മൃഗയോനിയിൽ ജനിക്കേണ്ടതായിട്ട് വരുന്നു എന്ന്. രജസ്തമസ് സ്വഭാവികൾക്ക് സത്വഗുണത്തിലേക്ക് ഉയരാൻ ഒരവസരമുണ്ട്. ആ പദ്ധതിയാണ് കൃഷ്ണാവബോധം. അതിനാൽ ഈ അവസരം ഉപയോഗപ്പെടുത്താത്തവർക്ക് അധമശ്രേണിയിൽ കഴിച്ചുകൂട്ടുകയല്ലാതെ ഗത്യന്തരമില്ല. അപ്പോൾ രജസ്തമോ സ്വഭാവികളും കൃഷ്ണാവബോധത്തിലൂടെ മുന്നേറുകയാണെങ്കിൽ സത്വഗുണത്തിലേക്ക് ഉയരാം. അത് ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് ഇതേപോലെ ഇവിടെ പറഞ്ഞതുപോലെ തമോ ഗുണ സ്വഭാവികൾ നരകത്തിലേക്കും രാജസ പ്രകൃതിയുള്ളവർ ഭൂലോകങ്ങളിലും ജനിക്കേണ്ടി വരും എന്നിവിടെ പറയുന്നു. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി. യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ല എന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ 3 ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് പ്രവർത്തികൾ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. വേറെ ആരുമല്ല. അപ്പോൾ ഒരാൾ നമ്മളെ ദേഷ്യപ്പെടുകയും നമ്മളെ പുച്ഛമാക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നമ്മളെ ചീത്ത വിളിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അയാളോട് ദേഷ്യപ്പെടും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. എല്ലാം ചെയ്യിക്കുന്നത് ഈ 3 ഗുണങ്ങളാണ്. ഒരാൾ നല്ല പ്രവൃത്തികൾ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ 3 ഗുണത്തിന്റെ ഈ തത്വഗുണത്തിന്റെ പ്രഭാവത്തിലാണ്. ഒരാൾ കഠിന പ്രയത്നം ചെയ്ത് ദേഹബോധത്തിൽ ജീവിക്കുന്നതും ഈ ഗുണത്തിന്റെ പ്രാധാന്യത്തിലാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സത്യത്തിൽ ഈ പ്രകൃതിയുടെ അവസ്ഥ, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, ജീവാത്മാവ് എങ്ങനെ ബന്ധനത്തിലാക്കുന്നു, ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ആ ഭഗവാനെ തീർച്ചയായിട്ടും ഈ 3 ഗുണങ്ങൾക്ക് അടിമപ്പെടാതെ 3 ഗുണങ്ങളെ മറികടക്കുവാൻ നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കും. കാരണം ഈ ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെയുള്ള പാപകർമ്മങ്ങളെല്ലാം ചെയ്യിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ മറികടക്കുവാൻ ശ്രമിക്കും. അങ്ങനെ കൃഷ്ണാവബോധത്തിലൂടെ പ്രവർത്തിച്ച് നമുക്ക് ഭഗവാന്റെ ആ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുവാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്.
ത്രിഗുണ പ്രേരിതങ്ങളായ സർവകർമ്മങ്ങളെയും അതിക്രമിക്കണമെങ്കിൽ യോഗ്യതയുള്ളവരിൽ നിന്ന് അവയെ പറ്റി നല്ലവണ്ണം അടിച്ചറിയുകയേ വേണ്ടൂ. കൃഷ്ണനാണ് യഥാർത്ഥ ആധ്യാത്മിക ആചാര്യൻ. അതുപോലെ ശരിക്കും കൃഷ്ണാവബോധം ഉദിച്ചവരിൽ നിന്ന് വേണം ത്രിഗുണാധിഷ്ഠിതമായ കർമ്മങ്ങളെ കുറിച്ചുള്ള ഈ ശാസ്ത്രം പഠിക്കാൻ. വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശത്തിലൂടെ ഒരാൾക്ക് തന്റെ ആധ്യാത്മിക നിലയെക്കുറിച്ചും ഭൗതിക ശരീരത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അറിവ് നേടാം. അങ്ങനെ ആ ത്രിഗുണങ്ങൾ പ്രേരിതമായിട്ട് താൻ പ്രവർത്തിക്കുന്നു, അതിനെ മറികടക്കുവാനുള്ള വഴി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ആധ്യാത്മികതയിലേക്ക് ഉയരുവാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഗുണാനേതാനതീത്യത്രീം ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യു ജരാ ദുഃഖൈർ വിമുക്തോ അമൃതമശ്നുതേ. ശരീര സംബന്ധികളായ ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവന് ജനനം, മരണം, വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം. അപ്പോൾ ഈ ശരീരം കൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിച്ച് കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിച്ച് ജന്മമൃത്യു ജരാവ്യാധികളെ ഇല്ലാതാക്കാമെന്ന്. അതായത് ഇനിയൊരു പുനർജന്മം ഇല്ലാത്ത വിധത്തിൽ നമ്മൾ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിച്ച് ആധ്യാത്മിക നിലയെ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാമെന്ന്. മരണമില്ലാത്ത അവസ്ഥ എന്താണ്? ആധ്യാത്മിക ലോകത്തിലേക്കുള്ള പ്രവേശനം. ആധ്യാത്മിക ലോകത്തിൽ ജനനമോ മരണമോ ഇല്ല. ഈ ഭൗതിക മൃത്യുലോകത്തിൽ മാത്രമേ ജനന മരണങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 3 ഗുണങ്ങളെ മറികടക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി കൃഷ്ണാവബോധത്തിലൂടെ ഭഗവാനെ സേവിച്ചുകൊണ്ട് ആധ്യാത്മിക നിലയിലേക്ക് ഉയരുകയാണെങ്കിൽ പിന്നീട് ഒരു പുനർജന്മമില്ല. നമുക്ക് ജനനം, മരണം, വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളെയെല്ലാം ഇല്ലാതാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ ദേഹത്തിൽ തന്നെ ഇതെല്ലാം സാധിക്കും. ഈ ദേഹം ഉപയോഗിച്ച്, ഈ മനുഷ്യ ശരീരം ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കണം. മുക്തിയിലേക്കുള്ള വഴി ഏത് എന്ന് മനസ്സിലാക്കി ആ വഴിയിലൂടെ നമ്മൾ നീങ്ങേണ്ട ആവശ്യമാണ്. അപ്പോൾ അർജുനന് സംശയമാണ്. അർജുനൻ ചോദിക്കുന്നത്, അർജുന ഉവാച കൈർലിംഗൈ സ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാരഃ കഥം ചേതാം സ്ത്രീൻ ഗുണാനതി വർത്തതേ. അർജുനൻ ചോദിക്കുന്നു, ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ത്രിഗുണങ്ങളെ അതിക്രമിച്ച് വിശുദ്ധ സത്വത്തിൽ, അതിൽ ആധ്യാത്മികമായ പ്രകൃതി നിലകൊള്ളുന്ന ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം? അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു? 3 ചോദ്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്. അയാളുടെ ലക്ഷണങ്ങൾ, അയാളുടെ പെരുമാറ്റം എന്താണ്, എങ്ങനെ ഒരാൾക്ക് ഈ 3 ഗുണങ്ങളെ അതിക്രമിക്കാൻ സാധിക്കും എന്ന്. ശ്രീ ഭഗവാൻ വാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ നദ്വേഷ്ടി സംപ്രവൃത്താനി നനിവൃത്താനി കാംക്ഷതി ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യേവം യോവതിഷ്ഠതി നേംഗതേ സമദുഃഖ സുഖസ്തഃ സമലോഷ്ടാശ്മ കാഞ്ചനഃ തുല്യപ്രിയാ പ്രിയോ ധീരസ്തുല്യ നിന്ദാത്മ സംസ്തുതിഃ മാനാപമാനയോസ്തുല്യസ്തുല്യോ മിത്രാരി പക്ഷയോഃ സർവാരംഭ പരിത്യാഗി ഗുണാതീതഃ സ ഉച്യതേ. അപ്പോൾ ആരാണ് ഗുണാതീതൻ? ആ ഗുണാതീതന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അയാളുടെ പെരുമാറ്റം എന്തൊക്കെ എന്ന് ഈ 4 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറയുന്നു. പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പ് ഉണ്ടാകുന്നില്ലയോ? അപ്പോൾ ഇത് 3 ഗുണങ്ങളുടെ സാന്നിധ്യത്തെയാണ് പറയുന്നത്. പ്രകാശം ഉണ്ടാകുന്നത് സത്വഗുണത്തിലൂടെ, ആസക്തി രജോ ഗുണത്തിലൂടെ, വ്യാമോഹം തമോ ഗുണത്തിലൂടെ. അപ്പോൾ ഈ 3 ഗുണങ്ങൾ നമ്മൾ മനുഷ്യ ശരീരം ഉള്ളിടത്തോളം കാലം ഈ 3 ഗുണങ്ങളും നമ്മുടെ ശരീരത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും അതിലൂടെ പ്രവർത്തിക്കുവാനായിട്ട്. അപ്പോൾ ആ ആക്രമണം വരുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യാമോഹം നമുക്ക് അനുഭവപ്പെടുമ്പോൾ ആർക്കാണോ വെറുപ്പില്ലാത്തത്, അതായത് ആ ആധ്യാത്മിക നിലയിലേക്ക് ഉയർന്ന ജീവാത്മാവിന് താൻ വേറെ ശരീരം വേറെ എന്നുള്ള അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ജീവാത്മാവിനെ മനസ്സിലാക്കുവാൻ സാധിക്കും 3 ഗുണങ്ങളാണ് ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. താൻ ഇതിൽ ബന്ധനസ്ഥനല്ല, താൻ ഇതിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നുള്ള ആ ഒരു ജ്ഞാനം ജീവാത്മാവിന് ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ജീവാത്മാവിന് ആ അവസ്ഥയിൽ
വെറുപ്പുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് ഭഗവാൻ. ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് ഉയർന്ന ഒരാൾക്ക് ആ ഗുണങ്ങളുടെ പ്രവൃത്തിയിൽ, ശരീരത്തിന്റെ പ്രവൃത്തിയിൽ വെറുപ്പുണ്ടാകുന്നില്ല. അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഗുണങ്ങൾ തന്നെ ആക്രമിക്കാത്ത അവസ്ഥയിൽ, ആധ്യാത്മികമായ അവസ്ഥയിൽ താനിരിക്കുമ്പോൾ ആ ഗുണങ്ങളുടെ വ്യാമോഹവും ഉണ്ടാകുന്നില്ല. പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്നുവോ, അപ്പോൾ പ്രകൃതി ഗുണങ്ങൾ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് പ്രക്ഷുബ്ധത ഉണ്ടാകുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് ഈ ഗുണങ്ങളാൽ പ്രേരിതമായിട്ടാണ്. അതുകൊണ്ട് അയാളുടെ പ്രവർത്തനം തന്നോടുള്ള വെറുപ്പല്ല കാണിക്കുന്നത്, പിന്നെയോ ആ ഗുണങ്ങൾ അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നതാണ് എന്നുള്ള ആ ഒരറിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അങ്ങനെ പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്നു. പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഉദാസീനനും അവർക്ക് അതീതനുമായിരിക്കുന്നുവോ, ആത്മനിഷ്ഠനായി സുഖ ദുഃഖങ്ങളെ തുല്യ നിലയിൽ കാണുന്നുവോ, ആത്മജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് സുഖവും ദുഃഖവും എല്ലാം ശാരീരികമാണ്, ക്ഷണികമാണ്, നശ്വരങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ, കാരണം അതെല്ലാം ഭൗതികമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്വത്തും ധനവും സ്വർണവും എല്ലാം, തനിക്ക് അതൊന്നും ആവശ്യമില്ല, ഭൗതികമായ ഒരാഗ്രഹവുമില്ല. ആധ്യാത്മിക ജ്ഞാനത്തെ സമ്പാദിച്ച ഒരാൾക്ക് പരമപദം പോകുവാനുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങളില്ലാത്ത ഒരാൾക്ക് സ്വർണവും ധനവും മൺകട്ടയും എല്ലാം ഒരേപോലെയാണ്. അയാൾക്ക് അതിലൊന്നിലും വിലയേ ഇല്ല, ഉണ്ടാകുന്നില്ല. ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നുമില്ലയോ, ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുമിത്ര ഭേദമില്ലാത്തവനും നിരുദ്യമനുമായ ആ വ്യക്തിയെ ഗുണാതീതൻ എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങളുമാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ, 4 ശ്ലോകത്തിലൂടെ പറഞ്ഞു തന്നത്. ഇനി എങ്ങനെ ഒരാൾക്ക് ആ ഗുണങ്ങളെ അതിക്രമിക്കുവാൻ സാധിക്കും എന്ന് ഈ 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. മാംചയോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഏത് പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിൽ എത്താം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ 3 ഗുണങ്ങളെ അതിക്രമിക്കുന്നത്? ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുക, കൃഷ്ണാവബോധത്തിലൂടെ പ്രവർത്തിച്ച് ഭഗവാന്റെ സേവനങ്ങൾ, നവവിധ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നുള്ള 9 പ്രക്രിയകളിലൂടെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് നമുക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിൽ, അതായത് ആധ്യാത്മികമായ അവസ്ഥയിലേക്ക് നമുക്ക് മുന്നേറുവാൻ സാധിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നു. ഭൗതിക ലോകം പ്രകൃതിയിലെ ത്രിഗുണങ്ങൾക്ക് വഴങ്ങിയാണ് പ്രവർത്തിച്ചു പോരുന്നത്. ഈ പ്രകൃതി ഗുണങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മെ അലട്ടാതെ നോക്കണം. അവയിൽ മനസ്സ് വെക്കുന്നതിന് പകരം കൃഷ്ണകർമ്മങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക. കൃഷ്ണകർമ്മങ്ങൾ എന്നാൽ ഭക്തിയോഗം, സദാ കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ ഭഗവാൻ കൃഷ്ണന് വേണ്ടി, കൃഷ്ണന്റെ തൃപ്തിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ആ പ്രവർത്തനങ്ങളെല്ലാം ഗുണങ്ങളെ മറികടന്ന് ആധ്യാത്മികമായിട്ട് തീരുന്നു. കൃഷ്ണന്റെയോ അദ്ദേഹത്തിന്റെ സമഗ്രമായ വിസ്തരണങ്ങളുടെയോ സേവനത്തിൽ ഏർപ്പെടുന്ന സ്ഥിര നിശ്ചയനായ മനുഷ്യന് അദമ്യ ശക്തി ഉള്ളവയെങ്കിലും പ്രകൃതിയുടെ ഗുണങ്ങളെ നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും. കൃഷ്ണന് സ്വാത്മാർപ്പണം ചെയ്യുന്നവന് പ്രകൃതി ഗുണങ്ങളെ വേഗത്തിൽ അതിക്രമിക്കാം. കൃഷ്ണാവബോധം ഉദിക്കുക അഥവാ ഭക്തിപൂർവം ഭഗവത് സേവനം ചെയ്യുക എന്നാൽ കൃഷ്ണനോട് തുല്യത നേടുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ആ ആധ്യാത്മികതയിലേക്ക് നമുക്ക് ഉയരുവാൻ കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഗുണങ്ങളെല്ലാം നമുക്കും ലഭിക്കുന്നു, നമുക്കും ആ ഗുണങ്ങളെ പറ്റിയുള്ള അറിവുണ്ടാകുന്നു. ജീവാത്മാവിന് താൻ ഭഗവത് അംശമായ സച്ചിദാനന്ദ വിഗ്രഹമായ ജീവാത്മാവാണ് എന്നുള്ള ആ അറിവ് ഉണ്ടാകുന്നു ആധ്യാത്മികതയിലേക്ക് നമ്മൾ ഉയരുമ്പോൾ. അങ്ങനെ ബ്രഹ്മപദത്തിൽ, ബ്രഹ്മപദം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക തലത്തിലേക്ക്, ഭൗതികതയെ അതിക്രമിച്ച് ആധ്യാത്മിക തലത്തിലേക്ക്, പിന്നീട് അവിടെ നിന്ന് നമുക്ക് താഴേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല. കാരണം പൂർണ്ണമായിട്ടും ആ ജീവാത്മാവ് ആധ്യാത്മികതയെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന്.
ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ വ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. അപ്പോൾ അമൃതവും ആ വ്യക്തിശൂന്യ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മജ്യോതിയിലേക്ക്, ആ ആധ്യാത്മിക തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആ ബ്രഹ്മജ്യോതി എന്നുള്ളതും ആ ബ്രഹ്മനിർവാണം എന്നുള്ള അവസ്ഥ അത് ഭഗവാന്റെ തന്നെ ശക്തിയാണ് എന്നാണ്. അതിന്റെയും അടിസ്ഥാനം ഭഗവാൻ തന്നെ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത് മൂന്ന് പ്രകാരത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ബ്രഹ്മൻ, പരമാത്മാവ്, ഭഗവാൻ. അതിൽ ആദ്യത്തെ തലമാണ് ആധ്യാത്മികമായ അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുന്ന ആ അവസ്ഥയിൽ നമ്മൾ ബ്രഹ്മൻ എന്നുള്ള ബ്രഹ്മനിർവാണം പോകുന്നു. അതായത് ഭൗതികതയെ മറികടന്ന് ആധ്യാത്മികതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പക്ഷെ അത് ഒരു ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്. പിന്നീട് നമ്മൾ പരമാത്മ അല്ലെങ്കിൽ ഭഗവാന്റെ ആ വിഷ്ണു രൂപത്തെ നമ്മൾ സാക്ഷാത്കരിക്കുന്നു, ആ ഭഗവാന്റെ രൂപത്തെ സാക്ഷാത്കരിക്കുന്നു. അതിലും ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ അറിയുക എന്നുള്ളത്. അപ്പോൾ അത് ആ നിലയിലൂടെ പടിപടിയായിട്ട് നമുക്ക് സാക്ഷാത്കരിക്കാം. അല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ ശരീരം കൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ആ വിഗ്രഹത്തെ, അർച്ചാവിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട്, ഭഗവാൻ കൃഷ്ണനെ തന്നെ ആരാധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നാമസങ്കീർത്തനങ്ങൾ ചെയ്ത്, അദ്ദേഹത്തിന്റെ ഭഗവത് ഭക്തിയുടെ സേവനങ്ങൾ ചെയ്ത് സാക്ഷാത് കൃഷ്ണനെ നമുക്ക് സാക്ഷാത്കരിക്കാം. അതാണ് കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനം. ഒന്നുകിൽ പടിപടിയായിട്ട് മുന്നേറാം, അല്ലെങ്കിൽ നേരിട്ട് ലിഫ്റ്റിലൂടെ നമ്മൾ കയറുന്നത് പോലെ നേരിട്ട് ഭഗവാനെ ആരാധിക്കാമെന്ന്. ഭൗതിക പ്രകൃതിക്ക് അധീനമായ ജീവസത്ത ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ തുടങ്ങുമ്പോൾ ഭൗതിക അസ്തിത്വത്തിന്റെ അവസ്ഥയിൽ നിന്ന് സ്വയം ഉയർന്ന് ക്രമേണ ഭഗവാന്റെ ബ്രഹ്മം എന്ന സങ്കല്പത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. ആത്മസാക്ഷാത്കാരത്തിന്റെ ആദ്യ സോപാനമാണ് ഈ ബ്രഹ്മഭാവന പ്രാപ്തി. ഇവിടെ ബ്രഹ്മജ്ഞാനി ഭൗതികതയ്ക്ക് അതീതനാണ്. എന്നാൽ ബ്രഹ്മസാക്ഷാത്കാരം ശരിക്കും പൂർണ്ണമല്ല. വേണമെങ്കിൽ അതേ നിലയിൽ ഇരുന്നു കൊണ്ട് പരമാത്മ സാക്ഷാത്കാരത്തിലേക്കും പിന്നീട് ഭഗവത് സാക്ഷാത്കാരത്തിലേക്കും ക്രമേണ ഉയരാം. പക്ഷേ അതിനെക്കാട്ടിലും ഏറ്റവും ഉത്കൃഷ്ടമായ ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച് ഭഗവാനെ കൃഷ്ണാവബോധത്തിലൂടെ ഭഗവാനെ സേവിക്കുന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യമാണ് എന്ന് പറഞ്ഞു. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടാൽ ഉടനെ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് എത്താം. നമുക്ക് ഈ ബ്രഹ്മ സാക്ഷാത്കാരം, പിന്നീട് പരമാത്മ സാക്ഷാത്കാരം, പിന്നീട് ഭഗവത് സാക്ഷാത്കാരം, ഇങ്ങനെ പടിപടിയായിട്ട് പോകേണ്ട. നമ്മൾ ഭഗവാനെ നേരിട്ട് സേവിക്കുന്നത് വഴി തന്നെ നമുക്ക് ആധ്യാത്മികതയിലേക്ക് ഉയരുവാൻ സാധിക്കുന്നു. ഭൗതിക പ്രകൃതിയെ കീഴടക്കണം എന്ന നിയമവിരുദ്ധമായ ആഗ്രഹം നീങ്ങുകയും ചെയ്യും. ഭക്തിയുടെ സേവന സാക്ഷാത്കാരത്തിനായി ഭക്തന്മാരുമായി സഹവസിച്ചുകൊണ്ട് ശ്രവണം, കീർത്തനം, സ്മരണം മുതലായ 9 ഭക്തി സാധനകൾ അനുഷ്ഠിക്കണം. ഇത്തരം സഹവാസം കൊണ്ട് ക്രമേണ ആധ്യാത്മിക ആചാര്യന്റെ പ്രേരണാ ഫലമായി പ്രകൃതിയെ ജയിക്കണമെന്ന ഭൗതിക വാഞ്ചകളെല്ലാം പോകുന്നു. പിന്നീട് അതീന്ദ്രിയ അവസ്ഥയിൽ മനസ്സ് ഉറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് വളരെ ലളിതമായി തന്നെ പ്രഭുപാദ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. എപ്പോഴും കൃഷ്ണനെ സേവിക്കുന്നതിൽ നിരതരായിരിക്കണം. ഭഗവാന് നിവേദിച്ചതേ ഭക്ഷിക്കാവൂ. തൃപ്പാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട പൂക്കളുടെ ഗന്ധം നുകരണം. കൃഷ്ണൻ തന്റെ ദിവ്യ ലീലകൾ നടത്തിയ സ്ഥലങ്ങൾ സന്ദർശിക്കണം. ഭഗവാന്റെ ലീലകളെയും ഭക്തന്മാരിൽ അദ്ദേഹം എത്രമാത്രം കാരുണ്യം ചൊരിയുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളെ വായിച്ച് അറിയുകയും ചെയ്യണം. അതീന്ദ്രിയ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം സദാ ഉരുവിടുകയും വേണം. ഇത്രമാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് വരുവാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെയും അവിടുത്തെ ഭക്തന്മാരുടെയും ആവിർഭാവം, തിരോഭാവം എന്നിവ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ ഉപവസിക്കുകയും വേണം. ഇങ്ങനെ ജീവിച്ചാൽ എല്ലാ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകുവാനായിട്ട് സാധിക്കുന്നു എന്ന് പ്രഭുപാദ നമുക്ക് ഉപദേശം തന്നിരിക്കുന്നു. അപ്പോൾ ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ആധ്യാത്മിക അവസ്ഥയെ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കഥ വാത്മീകിയുടെ കഥയാണ്. രത്നാകരൻ എന്ന കൊള്ളക്കാരൻ എങ്ങനെ വാത്മീകിയായിട്ട് മാറി. ഒരു ശുദ്ധഭക്തനായ നാരദന്റെ സത്സംഗത്തിലൂടെ ആ രത്നാകരൻ എന്ന കൊള്ളക്കാരന് അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് ഉയരുവാനും ഒരു മഹർഷിയായിട്ട്, ബ്രഹ്മർഷിയായിട്ട്
ഒരു ഭഗവാൻ ശ്രീരാമന്റെ ചരിതം എഴുതുവാൻ, രാമായണം എന്നുള്ള മഹാകാവ്യം എഴുതുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം മനസ്സിലാക്കുവാൻ സാധിച്ചു. ആ അതീന്ദ്രിയ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് ഉയരുവാൻ സാധിച്ചു. അപ്പോൾ രത്നാകരൻ ഒരു കൊള്ളക്കാരനായിരുന്നു. കൊള്ളയടിച്ച് ആ വഴിയിലൂടെ പോകുന്നവരെയെല്ലാം യാത്രക്കാരെ കൊള്ളയടിച്ച് അവരുടെ വസ്തുവകകൾ തട്ടിയെടുത്താണ് അദ്ദേഹം അയാൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം അയാൾ ഇങ്ങനെ ആ വഴിയിൽ കൊള്ളയടിക്കാനായിട്ട് അതിലെ ആരെല്ലാം വരുന്നു എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് നാരദ മഹർഷി അതിലൂടെ വരുന്നത്. നാരദ മഹർഷി പുഞ്ചിരിയോടുകൂടി, സാധാരണ രത്നാകരനെ കാണുന്നതും അതിലൂടെ വരുന്നവരെല്ലാം പേടിച്ച് വിറച്ചാണ് വരുന്നത്. പക്ഷേ ഇദ്ദേഹം സദാ ഒരു പുഞ്ചിരിയോടുകൂടി ഭഗവാന്റെ നാമജപം ചെയ്തുകൊണ്ട് നിർഭയനായിട്ട് വരുന്നത് കണ്ടിട്ട് രത്നാകരന് വളരെ ആകുലതയായി. ഇതെന്താ ഇദ്ദേഹം ഇങ്ങനെ ഒരു മനുഷ്യൻ, ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനത്തെ ഒരു മനുഷ്യനെ, തന്നെ കണ്ടിട്ടും പേടിയില്ല. എന്നാലും രത്നാകരൻ തന്റെ വാളെല്ലാം പിടിച്ച് തന്റെ കയ്യിലുള്ളതെല്ലാം വേഗം തരണം എന്ന് പറഞ്ഞ് ഒച്ചയെടുത്തു. പക്ഷെ നാരദ മഹർഷിക്ക് ഒരു കൂസലും ഉണ്ടായില്ല. കാരണം തന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൂടാതെ തന്റെ ശരീരത്തെയാണ് ഇയാൾ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. ഇയാൾക്ക് അജ്ഞതയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം അറിയാം നാരദ മഹർഷിക്ക്. പക്ഷെ നാരദ മഹർഷി പറഞ്ഞു, എന്റെ കയ്യിൽ ഈ വീണയല്ലാതെ ഒന്നുമില്ല, വീണ കൊണ്ട് നിനക്കൊന്നും ചെയ്യാനും സാധ്യമല്ല. അപ്പോൾ രത്നാകരന് അത്ഭുതമായി. അപ്പോൾ ഈ മഹർഷിക്ക് എന്തുകൊണ്ടാണ് തന്നെ കണ്ടിട്ട് പേടിയാകാത്തത് എന്നെല്ലാം അയാൾ ചോദിച്ചു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, നീ എത്രമാത്രം പാപമാണ് ഇങ്ങനെ ചെയ്യുന്നത്, നിന്നെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാവുന്നത് കൊണ്ട് എനിക്ക് പേടി തോന്നുന്നില്ല. പക്ഷെ നിന്നോട് കഷ്ടം തോന്നുന്നു. കാരണം എത്രമാത്രം പാപം വലിച്ചു കൂട്ടിയിരിക്കുന്നു, അത് കാരണം എന്തെല്ലാം നിനക്ക് അനുഭവിക്കാനുണ്ടാകും കഷ്ടതകൾ, അത് ആലോചിച്ചിട്ടുണ്ടോ നീ എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാം, ഈ പാപകർമ്മത്തിന്റെ എല്ലാം ഫലം നീ ഒറ്റയ്ക്ക് അനുഭവിക്കണ്ടേ? അപ്പോൾ രത്നാകരൻ ചോദിച്ചു, ഞാൻ എന്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ഇത്രയെല്ലാം ചെയ്യുന്നത്, അപ്പോൾ അവർക്കും അതിന്റെ ഒരു പങ്ക് അനുഭവിക്കേണ്ടി വരില്ലേ? കാരണം രത്നാകരന് നാരദ മഹർഷിയുടെ സാന്നിധ്യത്തിൽ കുറേശ്ശെ തന്റെ പാപത്തിന്റെ ആ ഫലത്തെ കുറിച്ചുള്ള അറിവ് കുറേശ്ശെയായിട്ട്, താൻ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ തിരിച്ചറിവ് കുറേശ്ശെയായിട്ട് വരാൻ തുടങ്ങുകയാണ്. അതാണ് സത്സംഗത്തിന്റെ, ഭഗവത് ഭക്തന്മാരുമായിട്ട് നമ്മൾ സത്സംഗം ചെയ്യുമ്പോൾ നമ്മുടെ അജ്ഞാനം കുറേശ്ശെയായിട്ട് നീങ്ങി വരും. അപ്പോൾ ഇവിടെ സാക്ഷാത് നാരദ മഹർഷിയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആ രത്നാകരന് തന്റെ തെറ്റിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ തുടങ്ങുകയാണ്. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ആരും നിന്റെ പാപകർമ്മത്തെ അനുഭവിക്കാൻ തയ്യാറാകില്ല, നീ വേണമെങ്കിൽ പോയി ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ രത്നാകരൻ വേഗം വീട്ടിലേക്ക് ഓടി തന്റെ ഭാര്യയോടും മക്കളോടും ചോദിച്ചു, ഞാൻ പാപകർമ്മങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളെ തീറ്റിപ്പോറ്റുന്നത്, അപ്പോൾ അതിന്റെ ഒരു പങ്ക് നിങ്ങളും അനുഭവിക്കില്ലേ? പക്ഷെ അവർ പറയുന്നു, ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് തങ്ങളെ തീറ്റിപ്പോറ്റേണ്ടത്, തങ്ങൾ എന്തിനു വേണ്ടിയിട്ട് അവരുടെ പാപകർമ്മങ്ങൾ അനുഭവിക്കണം? ഇത് കേട്ടതും ആ പശ്ചാത്താപത്തിൽ മുഴുകി രത്നാകരൻ ഓടി, നാരദ മഹർഷി എങ്ങാനും പൊയ്ക്കാണുമോ തന്നെ വിട്ടിട്ട്, തന്റെ ഈ പാപങ്ങളെ താൻ എങ്ങനെയാണ് ഇല്ലാതാക്കുക? അപ്പോൾ ആ പാപത്തിന്റെ തിരിച്ചറിവും അതിന്റെ കഠിനതയും ഓർത്തുകൊണ്ട് എന്തെല്ലാം ഫലം താൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു യഥാർത്ഥത്തെ മനസ്സിലാക്കി പേടിച്ച് അയാൾ നാരദന്റെ അടുത്തേക്ക് ഓടി വരുന്നു. കാരണം ഇതിന്റെ പ്രായശ്ചിത്തം എന്താണ് എനിക്ക് അറിയണം, ഇതിന്റെ ഫലം തനിക്ക് അനുഭവിക്കേണ്ട, താൻ വളരെയധികം തെറ്റുകൾ ചെയ്തു എന്നുള്ള ആ ഒരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അദ്ദേഹം നാരദരുടെ അടുത്ത് വന്നിട്ട് അപേക്ഷിച്ചു, തന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം, തന്റെ പാപം ഇല്ലാതാക്കാനായിട്ട് തന്നെ സഹായിക്കണം. അപ്പോൾ നാരദൻ പറഞ്ഞു, നീ രാമ രാമ, ഈ ത്രേതായുഗത്തിലെ കാര്യമാണ്. അപ്പോൾ ത്രേതായുഗത്തിലെ മന്ത്രം ശ്രീരാമന്റെ നാമമാണ്, രാമ 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 എന്ന് ജപിക്കാൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് പോലെ മനസ്സിലും ശരീരത്തിലും ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഇത്രയേറെ പാപം ചെയ്ത ഒരാൾക്ക് ആ ഭഗവാന്റെ തിരുനാമം വായിൽ വരിക എന്നുള്ളത് വളരെ വളരെ വിഷമമാണ്. കാരണം നമ്മുടെ പാപകർമ്മ ഫലങ്ങൾ തീരാതെ നമുക്ക് ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ സാധ്യമല്ല. പക്ഷെ എന്നാലും ഇവിടെ നാരദ മഹർഷിയാണ് ഉപദേശിക്കുന്നത്, അദ്ദേഹത്തിന് സാധ്യമാകണം. അപ്പോൾ എന്ത് ചെയ്തു നാരദ മഹർഷി? 2 മരങ്ങളുടെ നടുവിൽ അദ്ദേഹത്തെ ഇരുത്തി. ആ മരം, ഈ മരം, അതൊരു ഭൗതികമായ വാക്കാണ്, ആധ്യാത്മികമായ ഭഗവാന്റെ നാമമല്ല. ആ ഭൗതികമായ വാക്ക് പിന്നീട് ആ രത്നാകരൻ തന്റെ ശരീരത്തെ പരിശുദ്ധമാക്കി വരുന്നതോടുകൂടി ആ ശ്രീരാമചന്ദ്രന്റെ നാമമായിട്ട് മാറുന്നു. ആ മരം, ഈ മരം എന്നുള്ളത് പിന്നീട് ആ ശുദ്ധമായി രത്നാകരൻ ശുദ്ധമാകുമ്പോൾ, അതായത് ഗുരുവിന്റെ ദീക്ഷ സ്വീകരിച്ച് ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടിയാണ് ഇതെല്ലാം ചൊല്ലുന്നത്.
അപ്പോൾ ആ ഗുരുവിന്റെ അനുഗ്രഹത്താൽ രത്നാകരന്റെ പാപകർമ്മങ്ങളെല്ലാം നീങ്ങി പിന്നീട് ആ ശുദ്ധമായ പവിത്രമായ രാമനാമത്തെ സ്വയം ഉരുവിടുവാനായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അങ്ങനെ രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ വാത്മീകം അല്ലെങ്കിൽ ആ പുറ്റ് വന്ന് മൂടിയ രത്നാകരനെ നാരദ മഹർഷി പിന്നീട് നാരദ മഹർഷി പറഞ്ഞിട്ട് പോകും, ഞാൻ വരുന്നത് വരെ, തിരിച്ചു വരുന്നത് വരെ ഇവിടെ ഇരുന്നു കൊണ്ട് രാമനാമം ജപിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഗുരുവിന്റെ വാക്ക് പൂർണ്ണമായിട്ടും അനുസരിച്ചത് മൂലം പിന്നീട് നാരദ മഹർഷി വരുമ്പോൾ അവിടെ നിന്ന് വലിയ ഒരു പ്രകാശം, ഒരു ജ്യോതിസ് ഉത്ഭവിക്കുന്നത് അദ്ദേഹം കാണുന്നു. അടുത്തു വരുമ്പോൾ ആ രാമനാമ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ താൻ ഇവിടെ വിട്ടിട്ട് പോയ രത്നാകരൻ ഈ അവസ്ഥയിലേക്ക് ഉയർന്നു എന്ന് നാരദ മഹർഷിക്ക് മനസ്സിലായി. അദ്ദേഹം പുറ്റെല്ലാം മാറ്റി നോക്കുമ്പോൾ ആ വാത്മീക മഹർഷി അവിടെ രാമനാമം ജപിച്ചുകൊണ്ട് പൂർണ്ണമായും പരിശുദ്ധനായിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അതാണ് സത്സംഗത്തിന്റെയും പിന്നീട് ആ ഗുരുവിന്റെ ആജ്ഞ അതേപടി അനുസരിക്കുന്നതിന്റെയും ആ ഒരു ഫലം ഇങ്ങനെയാണ് ഉണ്ടാകുക. പൂർണ്ണമായും ആധ്യാത്മികനായ ആ രത്നാകരൻ പിന്നീട് വാത്മീകി എന്നുള്ള പേരിൽ അറിയപ്പെടുവാൻ ഇടയായി. അദ്ദേഹം ആ ഭാവിയെ കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണമായ ജ്ഞാനമുണ്ടാകുന്നു. അങ്ങനെ ഭാവിയിൽ ശ്രീരാമചന്ദ്രൻ അവതരിക്കുന്നതും അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതത്തെയും എല്ലാം കുറിച്ച് അദ്ദേഹത്തിന് രാമായണമായിട്ട് എഴുതുവാനും സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആധ്യാത്മികമായ ആ കാര്യത്തിലേക്ക്, അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക്, ഈ ശരീരത്തോടു കൂടി തന്നെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് എങ്ങനെ അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് ഉയരുവാൻ സാധിക്കും? ഒരു ഭക്തന്റെ സത്സംഗത്തിലൂടെ, ആ ഭക്തന്റെ ആ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിലൂടെ നമുക്ക് ആ ഭഗവാന്റെ നാമോച്ചാരണത്തിന്റെ ഫലത്തോടു കൂടി നമുക്ക് ആ അതീന്ദ്രിയമായ അവസ്ഥയിലേക്ക് ഉയരുവാനായിട്ട് സാധിക്കുമെന്നത് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ.